ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമ്മിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു അസൈൻമെന്റ് ഒരു പ്രൊജക്ട് രീതിയിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ സാറിന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നത്. അപ്പോൾ നമ്മളിപ്പോ കട്ടി കൂടിയ ബോട്ടിൽസിനും കട്ടി കുറഞ്ഞ ബോട്ടിൽസിനും ഉള്ള റോ മെറ്റീരിയൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്താ? ഇതാണ് ഇത് HDP എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഹൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി ഉള്ളൊരു മെറ്റീരിയലാണത്. ഇതിന് നമുക്കുള്ള റോ മെറ്റീരിയൽ വരുന്നത് പൗഡർ സ്റ്റേജിലാണ്, ഗ്രാനുൾസ്. അതിന് ഒരു മെഷീനിൽ മെൽറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് വേറെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ അല്ല, ഞങ്ങളുടെ വേറൊരു സബ്സിഡറി യൂണിറ്റ് ഉണ്ട്, അവിടെയാണ് ഈ HDP ഐറ്റംസ് ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ എഡിബിൾ ഓയിലൊക്കെ പാക്ക് ചെയ്ത് പോകാനുള്ള പർപ്പസിന് കുറച്ചുകൂടി കട്ടി ഉണ്ടാവും പെറ്റിനേക്കാളും. നമ്മുടെ ഇവിടുത്തെ മെയിൻ പ്രൊഡക്ഷൻ ഇത്തരത്തിലുള്ള മെറ്റീരിയലാണ്. ഇതിപ്പോ 5 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ള കുപ്പിയാണ്. നമ്മൾ 10 ml മുതൽ മുകളിലേക്ക് 20 ലിറ്റർ വരെയുള്ള കുപ്പികൾ മേടിക്കുന്നുണ്ട്. മിൽക്ക് വാട്ടർ നിറയ്ക്കുന്ന കുപ്പികളൊക്കെ ഉണ്ടല്ലോ 20 ലിറ്ററിന്റെ, അതെല്ലാം നമ്മൾ പ്രൊഡക്ഷനുണ്ട്. മെയിനായിട്ട് ഇവിടെ പ്രൊഡക്ഷൻ ഇന്ന് ഒരു 1 ലിറ്റർ വരെ അടിക്കുള്ളൂ. ഇതെല്ലാം മറ്റു യൂണിറ്റുകളൊക്കെ അടിക്കുന്നത്. ഇവിടെ ഒരു 30 ml തുടങ്ങി 30 ml, 60 ml, 50 ml, 100 ml, 200 ml, 500, 750 അങ്ങനെ ആ റേഞ്ചിൽ ഒരു 1 ലിറ്റർ വരെയുള്ള പല വോളിയത്തിലുള്ള കുപ്പികൾ അടിക്കുന്നുണ്ട്. പല മോഡലുകൾ കഴിക്കുന്നുണ്ട്. ഏകദേശം എൻ്റെ അടുത്തൊരു 40-50 മോഡലെങ്കിലും കുപ്പികൾ കാണും. ഞങ്ങളുടെ ഈ ഇരിക്കുന്ന കുപ്പികളൊക്കെ മറ്റു യൂണിറ്റുകളൊക്കെ അടിച്ചു വരുന്ന കുപ്പികൾ പറയുന്നു. മേടിക്കുന്ന കുപ്പികൾ അവിടെ കൊടുക്കും. മൊത്തത്തിൽ നമുക്ക് ഷോക്കേസ് ചെയ്തിട്ട് നമ്മളിത് ബോട്ടിൽ മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അതോ ക്യാപ്പ് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു മിക്സ് ചെയ്തോളൂ. കമ്പനി ക്ലിയർ പെറ്റ് ഇൻഡസ്ട്രീസ്, കിൻഫ്ര പാർക്ക്, കൊരട്ടി. പ്രൈവറ്റ് ഇൻഡസ്ട്രി ആണ്. അതെ, ഇത് പ്രൊപ്പറേറ്റർഷിപ്പാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒറ്റയ്ക്ക് സാറാണ്? അല്ല, ഞാൻ ഇതിന്റെ മാനേജർ. പ്രൊപ്പറേറ്റർ വേറാണ്. ഇപ്പൊ സാറാണ് ഇവിടുത്തെ ഹെഡ്. അതെ. കമ്പനി തുടങ്ങിയത് 2004 മെയിൻ ആയിട്ട് ഉള്ള പ്രോഡക്റ്റുകൾ നമ്മളിപ്പോ എഡിബിൾ ഓയിലിനുള്ള കുപ്പികൾ, എഡിബിൾ ഓയില്, പിന്നെ ഫ്ലോർ ക്ലീനിങ് മെറ്റീരിയല്, ആയുർവേദിക് മെഡിസിൻസ്, മെഡിസിനുള്ള ബോട്ടിൽസ്, പാക്കിംഗ് മെറ്റീരിയൽ ആണെന്നൊക്കെ. ഇതെല്ലാം പാക്കിംഗ് മെറ്റീരിയലാണ്. ഈ എല്ലാ പർപ്പസിനുള്ള പാക്കിംഗ് മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അലോപ്പതി മെഡിസിൻസ് ഉണ്ട്, ഹോമിയോ മെഡിസിൻ ഉണ്ട്, എല്ലാവിധ മെഡിസിൻ ഇതുള്ള എല്ലാ കുപ്പികളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയാണ് നമ്മളുടെ ഒരു മെയിൻ പരിപാടി. റോ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ഉണ്ട്, വിതിൻ സ്റ്റേറ്റിനകത്തുണ്ട്. ഗുജറാത്ത് ആണ് മെയിനായിട്ട് നമ്മൾ പുറത്താണ് എടുക്കുന്നത്. പിന്നെ കേരളയിലെ ഒരു 10 പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞ റോ മെറ്റീരിയൽ തരുന്ന കമ്പനിക്കാർ വേറെ ഉണ്ട്. അല്ല, ഞങ്ങൾക്ക് നിലവിലിപ്പോൾ ഞങ്ങൾക്ക് കോട്ടയത്തിൻ്റെ ഒരെണ്ണം, കോട്ടയത്തുണ്ട്, തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, ഇവിടെയൊക്കെ ഞങ്ങളുടെ ബ്രാഞ്ചസുകളുണ്ട്. ഒറ്റപ്പാലത്തുണ്ട്. നമ്മള് കൂടുതലായിട്ട് എങ്ങോട്ടാണ് പ്രോഡക്റ്റുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്? എല്ലാ ജില്ലകളിലും വിതിൻ കേരള. കൂടുതലായിട്ട് ഹോസ്പിറ്റൽസ് അങ്ങനെ ആണോ? ഹോസ്പിറ്റൽസ് ഉണ്ട്, മാനുഫാക്ചറിങ്, മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്, എഡിബിൾ ഓയിൽ ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കെമിക്കൽ
ഹാൻഡ് വാഷിംഗ് മെറ്റീരിയൽ, ഫ്ലോർ ക്ലീനിങ് മെറ്റീരിയൽ, ഡിഷ് വാഷ്, അങ്ങനെയുള്ള എല്ലാ കെമിക്കൽ ഐറ്റംസും കമ്പനികൾക്കും നമ്മുടെ കുപ്പികളുണ്ട്. നമ്മൾ ഒരു ദിവസം എത്ര ബോട്ടിൽസ് വരെ പ്രൊഡ്യൂസ് ചെയ്യും? പ്രൊഡക്ഷൻ ഞങ്ങൾ മാസത്തിൽ 3 മെഷീനിൽ ഒരു 8 അവർ ഡ്യൂട്ടി ആണെങ്കിൽ ഒരു 20,000 ബോട്ടിൽ 8 hour ആണെങ്കിൽ 20,000. വിത്ത് 3 മെഷീൻസ്. നമുക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നൈറ്റിലെ പ്രൊഡക്ഷൻ എടുക്കും. അത് ഡിപ്പെൻസ് റിക്വയർമെന്റ്സ് മാത്രം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ 8 അവർ പ്രൊഡക്ഷനാണ്. ഒരു മെഷീൻ ഏകദേശം ഒരു 6,000 വേറെ അവർ വരുന്നത് 700 ബോട്ടിലായിരിക്കും. ചില കുപ്പികളൊക്കെ 800. അപ്പോൾ ഓടിയം കുറഞ്ഞ കുപ്പികളാണെങ്കിൽ എണ്ണം കൂടുതൽ കിട്ടും. ഓടിയം ഇപ്പോൾ 1 ലിറ്റർ അടിക്കുന്ന കുപ്പി ചിലപ്പോൾ ഒരു 600 എണ്ണമൊക്കെ അടിച്ചു കിട്ടുമ്പോൾ 100 ml കുപ്പി ഒരു 800 എണ്ണം 1000 ഒക്കെ അടിക്കാം. ഓടിയതിനനുസരിച്ച് നമ്പർ ഓഫ് ബോട്ടിൽസിന് പ്രൊഡക്ഷൻ കൂടും. വോളിയം മാറുമ്പോൾ പ്രൊഡക്ഷൻ കൂടും. എത്ര എംപ്ലോയീസ് ഉണ്ട്? ഒരു 18 ആൾക്ക് പാക്കേജിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡിങ് പാക്കേജിങ്. നമുക്ക് ടേൺ ഓവർ എത്ര വരും? ടേൺ ഓവർ പെർ ഇയറാണ്. പെർ ഇയർ മന്ത് പെർ ഇയർ വരുമ്പോൾ ഒരു 5 കോടി 5 crore വരും. പ്ലാസ്റ്റിക് വലിയേറത്തിലും അതിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് പ്ലാസ്റ്റിക് ആണ് അല്ലാതെ ഇത് ആണെങ്കിൽ നമുക്ക് വരുന്നത് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. ഞങ്ങൾ തന്നെ ഞങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ട്. നമ്മളവിടെ കൊണ്ടുപോയത് പ്രസ് ചെയ്ത് അടക്കി പ്രസ് ചെയ്തിട്ട് അത് വേറെ കമ്പനികൾക്ക് കൊടുക്കും, റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊടുക്കും. ഞങ്ങൾക്ക് ഇവിടെ പരിസരം മലിനീകരണം ഉണ്ടാവില്ല. ഞങ്ങളെപ്പോഴും അത് ക്ലീൻ ചെയ്ത് തന്നെ പോകുള്ളൂ. പിന്നെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ആ സമയങ്ങളിൽ ചെയ്തിരിക്കും. നമ്മുടെ മേജർ ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആയിരിക്കാണ്? അതായത് മെയിനായിട്ട് നമുക്കുള്ളത് ഈ കേരളത്തിലിപ്പോ മെഡിസിൻ എഡിബിൾ ഓയിൽ രംഗത്തുള്ളവര്, പിന്നെ മെഡിസിൻ മാനുഫാക്ചേഴ്സ്, ഹോസ്പിറ്റൽസ്, പിന്നെ കെമിക്കൽ ആയിട്ടുള്ള ഐറ്റംസ്, ഇപ്പൊ ക്ലീനിങ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നവര്, അവരൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ സപ്ലയേഴ്സ് ഉണ്ട്, കേരളത്തിലുള്ള ആളുകൾ തന്നെ റോ മെറ്റീരിയൽ തന്നെയുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടുകളുടെ നിലവിലെ മാർക്കറ്റ് എങ്ങനെയാണ്? പ്ലാസ്റ്റിക് ബോട്ടിൽ നിലവിലെ മാർക്കറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇതൊരു യൂസ് ആൻഡ് ത്രോ സിസ്റ്റമാണല്ലോ, കുപ്പി റീയൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കൺസംഷൻ എപ്പോഴും കൺസ്യൂമബിൾ കൺട്രി ആയതുകൊണ്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്ലീൻ മെറ്റീരിയൽ വാങ്ങിക്കുന്ന ആ കുപ്പി തീർന്നു കഴിഞ്ഞാൽ അടുത്ത കുപ്പി വാങ്ങിക്കുന്നു. നമ്മളിത് കൊണ്ട് റീഫിൽ ചെയ്ത് വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് ഒരു മൂവിങ്ങുള്ള ഐറ്റമാണ്. ബിസിനസ് രംഗത്ത് മൂവിങ്ങുള്ള ഐറ്റമാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ ഉറപ്പാക്കുന്നത്? ക്വാളിറ്റി ഇതെല്ലാം ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണത്. നമ്മളിപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ്. ഈ ഒരു ക്ലീനിങ് മെറ്റീരിയൽ ആയാലും നമുക്ക് ഒരേ മെറ്റീരിയലേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാ പർപ്പസിനും ഉപയോഗിക്കാം. ഫുഡ് ഐറ്റംസിനും അതുപോലെ തന്നെ ക്ലീനിങ് മെറ്റീരിയലിനും എല്ലാം ഉപയോഗിക്കാം. ഏത് ഗ്രേഡിൽ വരുന്ന പ്ലാസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ ഗ്രേഡ് നമ്മൾ 1 കൊടുത്തിരിക്കുന്നത്. നമ്മളെ ബോട്ടിന്റെ അടിയിൽ ഒരു എംബ്ലം കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ അച്ചിൽ തന്നെയുള്ള. അതെ, നമുക്ക് പ്രിഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളതാ. സപ്ലയേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാ. ആരും ചോദിച്ചാൽ നമ്മളത് കൊടുക്കും. മതി. ചിലവർക്ക് 500 വേണം. നമുക്ക് അവർ ചോദിക്കുന്ന അനുസരിച്ച് അതുപോലെ ഹാർപ്പിക് ഐറ്റംസ് ബാത്റൂമിൽ നല്ലതാണ്. ഇതിന്റെ കുപ്പികൾ നമ്മൾ ഇതൊക്കെ ഞങ്ങൾക്ക് വേറെ ഡിവിഷൻ ഉണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ ഇവിടെ അല്ല. ശരിക്കും പ്രൊഡക്ഷൻ ഇവിടെ എൻ്റെ അടുത്ത് പെറ്റ് മാത്രമേ ഉള്ളൂ. മറ്റു യൂണിറ്റുകളൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് വരുന്ന പെറ്റ് ബോട്ടിൽ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് വേണ്ടി വരും. അപ്പോൾ നമ്മളതും അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവർക്ക് എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യാം. നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതിൽ ഏറ്റവും റേറ്റ് കൂടിയ കുപ്പി പറയുമ്പോൾ 1 ലിറ്റർ കുപ്പി തന്നെ ഇപ്പം ഇത് നമ്മൾ പല വെയിറ്റിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ചിലർക്ക് ഇപ്പോൾ എക്കണോമി ആയിട്ട് ചിലർക്ക് ഒരു 34 ഗ്രാമിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. 34 ഗ്രാമിൽ അടിച്ചു വരുമ്പോൾ വരുന്ന വില എന്ന് പറയുന്ന ഒരു ടാക്സ് അടക്കം കുപ്പി ക്യാപ്പ് അടക്കം വരുമ്പോൾ ഏതാണ്ട് ഒരു 10 രൂപയോളം വരും. അത് കഴിഞ്ഞാൽ 45 ഗ്രാം വെയിറ്റ് വേണമെന്ന് പറയും, 51 ഗ്രാം വെയിറ്റ് വേണമെന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 51 ഗ്രാമിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഒരു 13 രൂപയോളം വരും കുപ്പി ക്യാപ്പിന് അടക്കം. ഏകദേശം ഞാനിപ്പോൾ ഏറ്റവും റേഞ്ച് കൂടിയത് 51 ഗ്രാമിൽ അടിച്ചു കൊടുക്കുന്നുള്ളൂ.
അപ്പം അതിൻ്റെ എല്ലാത്തിനും GST 18% ഉണ്ടാവും. ക്യാപ്പും കുപ്പിയും എല്ലാം 18% GST ഉണ്ടാവും. അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത എൻഡ് ഓഫ് ദി മന്തിൽ നമ്മൾ തിരിച്ചടയ്ക്കും. സാർ അപ്പൊ നമുക്ക് ഇവിടെ എത്ര അച്ചുണ്ട് മുഴുവൻ ഏകദേശം? എൻ്റെ അടുത്ത് ഇപ്പൊ ഈ യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 50 മോഡൽ ഇതൊന്നുമില്ല. ഇതിൽ ക്വാളിറ്റി ആവശ്യം വരുന്നത്. കാരണം മെറ്റീരിയൽ ഓൾറെഡി ചെക്ക്ഡ് ആയിട്ട് മറ്റേ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ എന്തെങ്കിലും ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ ഡിഫോംഡ് ബോട്ടിലൊക്കെയാണെങ്കിൽ അവരപ്പം തന്നെ മാറ്റി കളയും. അത് മാത്രം. പിന്നെ നമ്മൾ റീപാക്ക് ചെയ്തല്ലോ. പാക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡിഫോംഡായിട്ട് കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പാക്ക് ചെയ്യുന്ന ഒരു നമ്മുടെ മെഷീന്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെ വരും? മെഷീൻ്റെ മെയിൻ്റനൻസ് നമുക്കൊരു പ്ലാന്റ് ഡിപ്പാർട്ട്മെന്റ് ചാർജ് ഉണ്ട്, ഒരാളുണ്ട്. പിന്നെ മെഷീനറിക്ക് AMC ഉണ്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. അവർ സമയസമയങ്ങൾ വന്നിട്ട് അത് മെയിൻ്റനൻസ് ചെയ്ത് തരും. കോൺട്രാക്ട് ബേസിലാണ് പോകണം. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരം ഒരു പ്ലാന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഹെഡ് ഉണ്ട്, അവരെ നോക്കി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പറയും.